കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയ സൗമ്യ വധക്കേസ് പ്രതി ഗോവിന്ദചാമിയെ കോടതി റിമാൻഡ് ചെയ്തു. ഗോവിന്ദചാമിയെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകും. കണ്ണൂർ ജയിലിലും പരിസര പ്രദേശത്തും നടത്തിയ തെളിവെടുപ്പിന് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പുലർച്ചെ 3:45ഓടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു ചാടിയ ഗോവിന്ദചാമിയെ 10:40ഓടെ കണ്ണൂർ നഗരത്തിൽ വെച്ച് പോലീസും നാട്ടുകാരും ചേർന്നാണ് പിടികൂടിയത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, നേരത്തെ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ ജയിലിലെ ഉൾപ്പെടെ തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയോ? ഇനിയിപ്പോൾ വിയ്യൂരിലേക്ക് കൊണ്ടുപോകുമോ? അമൃത, അല്പസമയം മുമ്പാണ് ഗോവിന്ദചാമിയെ തെളിവെടുപ്പും മറ്റ് നടപടിക്രമങ്ങളും എല്ലാം പൂർത്തിയാക്കി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയത്. ഗോവിന്ദചാമിയെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഗോവിന്ദചാമി ഇപ്പോൾ കൊണ്ടുപോകുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ്. ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ടൗൺ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ്. ആ കേസിൽ ഇന്ന് രാവിലെയാണ് പോലീസ് എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. അതേ തുടർന്ന് പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നമുക്കറിയാവുന്ന പോലെ ഗോവിന്ദചാമിയെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി. തുടർന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. 1.5 മണിക്കൂർ നേരം സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യലുണ്ടായി. പിന്നീട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിന് ശേഷം വീണ്ടും ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ചു. അവിടെ നേരത്തെ നൽകിയ മൊഴിയും ഒപ്പം തെളിവെടുപ്പിനിടെ ഉണ്ടായ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിച്ച് അത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു. അതിനുശേഷമാണ് പോലീസ് ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നത്. കോടതിയിൽ ഹാജരാക്കിയതിന് പിന്നാലെ തന്നെ ഇയാളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അല്പസമയം മുമ്പ് ഗോവിന്ദചാമിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. അതായത് ഇന്ന് പുലർച്ചെ 3:40ഓടെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയ ഗോവിന്ദചാമി വീണ്ടും ഒരു പകൽ പുലരുന്നതിന് മുമ്പ് തന്നെ, ഒരു പകൽ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കേരള പോലീസിനെ സംബന്ധിച്ചും ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചും ജയിൽ വകുപ്പിനെ സംബന്ധിച്ചുമൊക്കെ ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇതൊക്കെ ആകുമ്പോഴും ജയിലിൽ വലിയ രീതിയിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നുവെന്ന കണ്ടെത്തൽ ഇതിനോടകം തന്നെ ഉണ്ടായിരിക്കുന്നു. ജയിൽ DIG ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് ജയിൽ DGPക്ക് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇയാളെ ജയിൽ മാറ്റാനുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇയാളെ അതീവ സുരക്ഷയുള്ള വിയ്യൂർ സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റുക. അത് നാളെ ആയിരിക്കും മാറ്റുക. ഒരുപക്ഷെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ ഇനി ചോദ്യം ചെയ്യൽ ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും ഇയാളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിയ്യൂരിലേക്ക് കൊണ്ടുപോരുക. വിയ്യൂർ സെൻട്രൽ ജയിലിൽ ലേക്ക് മാറ്റുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവ് അല്പസമയം മുമ്പ് പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഏതെങ്കിലും തരത്തിൽ ഇയാളെ ചോദ്യം ചെയ്യണമെങ്കിൽ നാളെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഒരുപക്ഷെ ജയിലിലെത്തി ഇയാളുടെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യത്തിലൊരു പൂർണ്ണമായ തീരുമാനം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. എന്തായാലും നാളെ ഇയാളെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റും. നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. നമുക്കറിയാവുന്ന പോലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇയാളുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള പിഴവ്, ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് ജയിൽ അധികൃതർ കണ്ടെത്തിയിട്ടുണ്ട്. ജയിൽ DIGയുടെ റിപ്പോർട്ടിലുണ്ട്. ഒപ്പം പോലീസ് നൽകിയിട്ടുള്ള പ്രാഥമിക റിപ്പോർട്ടിലും വലിയ തോതിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായതായി കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇന്നും ഇന്നലെയുമല്ല ആ സുരക്ഷാ വീഴ്ച തുടങ്ങുന്നത്. അത് ഏതാണ്ട് 4 മാസങ്ങൾക്ക് മുമ്പാണ്. 4 മാസം മുമ്പ് ഇയാള് D ബ്ലോക്കിലെ തടവുകാരനായിരുന്നു. അവിടെ നിന്ന് B ബ്ലോക്കിലേക്ക് മാറുന്നത് മുതൽ ഈ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ആസൂത്രണം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 28 ദിവസമെടുത്താണ് സഹതടവുകാരനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിലിലെ സെല്ലിന്റെ കമ്പി മുറിക്കുന്നതും പിന്നീട് ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3:30ക്കും 4 മണിക്കും ഇടയിൽ, ഏതാണ്ട് 3:30ക്കും 3:45നും ഇടയിൽ ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും ചെയ്യുന്നത്. സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി ഇളവുകൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത് D ബ്ലോക്കിൽ നിന്ന് B ബ്ലോക്കിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ഇയാളുടെ ഇന്നത്തെ രൂപമൊക്കെ കണ്ടാൽ നമുക്കറിയാം സാധാരണ ജയിൽ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമേ അല്ല. കാരണം താടി നീട്ടി വളർത്തിയിരിക്കുന്നു, ഉടുപ്പായാലും ശരി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഇളവുകൾ ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വീഴ്ച ചെറുതൊന്നുമല്ല. എങ്ങനെ ഒരു സാധാരണ പ്രതിക്ക് അല്ലെങ്കിൽ കൊടും കുറ്റവാളിയായ ഒരു പ്രതിക്ക് ഇത്രയധികം ഇളവുകൾ ലഭിച്ചു എന്നുള്ളൊരു ചോദ്യമാണ് നിലനിൽക്കുന്നത്. കണ്ണൂർ സെൻട്രൽ ജയിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമൃത കഴിഞ്ഞ കുറേ കാലമായി ഇത്തരം ആരോപണങ്ങൾ, പരാതികളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അത് നമുക്കറിയാം.
സ്ഥിരമായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മൊബൈൽ ഫോണുകൾ പിടിക്കുന്നു, ലഹരി വസ്തുക്കൾ പിടിക്കുന്നു, അതുപോലെ തന്നെ ലഹരി വസ്തുക്കൾ അടക്കമുള്ളവ ജയിലിന് പുറത്തുനിന്ന് ഉള്ളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ നിരവധിയായ ആരോപണങ്ങളുണ്ട്. ഒപ്പം ഈ ജയിലിൽ രാഷ്ട്രീയ തടവുകാർ പലപ്പോഴും ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തുന്നു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ പല ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും അതൊരു കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടത്തിലേക്ക് എത്തും, അത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നില്ല. പക്ഷേ നോക്കൂ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾക്ക് കൃത്യമായി ഈ പാറാവുകാരുടെ കണ്ണിൽ പെടുന്ന തരത്തിൽ ഡി ബ്ലോക്കിലായിരുന്നു നേരത്തെ റിപ്പർ ജയാനന്ദനും മറ്റുമൊക്കെ താമസിച്ചിരുന്ന, അയാളെയൊക്കെ പാർപ്പിച്ചിരുന്ന ആ ഡി ബ്ലോക്കിലായിരുന്നു ഇയാളെയും പാർപ്പിച്ചിരുന്നത്. പക്ഷെ അവിടെ നിന്ന് പിന്നീട് ഇയാളുടെ തന്നെ റിക്വസ്റ്റ് അനുസരിച്ച് ഇയാളെ ബി ബ്ലോക്കിലേക്ക് B10 മാറ്റുകയാണ് ഉണ്ടായത്. ഡി ബ്ലോക്കിനെ സംബന്ധിച്ച് അവിടെ കൃത്യമായി അവിടെയുള്ള പാറാവുകാരുടെ കണ്ണിൽ കൃത്യമായി ഇവരെ പെടുന്ന തരത്തിലാണ് ഈ ഡി ബ്ലോക്കിലുള്ള ആളുകളെ പാർപ്പിക്കുക. അവിടേക്ക് NIA കേസുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ വരുന്ന സമയത്താണ് തന്നെ ബി ബ്ലോക്കിലേക്ക് മാറ്റണമെന്നൊരു ആവശ്യം ഗോവിന്ദചാമി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി ഗോവിന്ദചാമി ജയിലിൽ നല്ല സ്വഭാവമാണ് കാഴ്ചവെച്ചിരുന്നതെന്നാണ് ജയിൽ അധികൃതർ നൽകിയിരുന്ന റിപ്പോർട്ട്. അതനുസരിച്ചാണ് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇയാളെ ബി ബ്ലോക്കിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നത്. പക്ഷേ അത് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 28 ദിവസമായി നീണ്ടുനിന്ന ഒരു ആസൂത്രണത്തിനൊടുവിലാണ് ഇയാൾ ജയിൽ ചാടുന്നത്. സ്വാഭാവികമായും അമൃത സൂചിപ്പിച്ചതുപോലെ വലിയ ആനുകൂല്യങ്ങൾ, അത് ആഴ്ചയിലൊരിക്കൽ ഷേവ് ചെയ്യണം, അതുപോലെ മാസത്തിലൊരിക്കൽ മുടി വെട്ടണം, ഒപ്പം ജയിൽ യൂണിഫോം ധരിക്കണം തുടങ്ങിയ നിരവധിയായ കാര്യങ്ങളുണ്ട്. അതൊക്കെ പൂർണ്ണമായും ജയിലിൽ നടപ്പിലായിട്ടില്ല എന്നതാണ് നമുക്ക് അയാളുടെ രൂപം കാണുമ്പോൾ കൃത്യമായി മനസ്സിലാവുന്നത്. അത് ഗോവിന്ദചാമിക്ക് മാത്രമല്ല പല ആളുകൾക്കും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ അവിടെ ലഭിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഗോവിന്ദചാമിയെ പോലെ ഒരു കൊടും ക്രിമിനൽ ജയിൽ ചാടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. എന്തായാലും പക്ഷേ പോലീസും നാട്ടുകാരും ചേർന്ന് അവസരോചിതമായി നടത്തിയ ഇടപെടലുകളിൽ വലിയ മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ നാട്ടുകാരുടെ കൂടി സഹായത്തോടു കൂടി ഗോവിന്ദചാമി പിടിയിലാവുന്നു എന്നത് ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യം തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യപ്പെടുക തന്നെ ചെയ്യും.